ആനെ കൊണ്ട് തടി പിടിപ്പിക്കുവാണ്. അല്ല, അത് പിന്നെ അവക്ക് ചടങ്ങുകൾ അറിയില്ലല്ലോ, അതുകൊണ്ടാ. മോളെ, നീ കൈ നീട്ടിക്കൊടുക്ക. ശ്യാമേ, ദീർഘമാംഗല്യത്തിനുള്ള ബന്ധനമാണിത്. അശ്വാരൂഢ മന്ത്രം അകമ്പടിയായി ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെയും കയ്യിൽ ഈ ചരട് ബന്ധിച്ചാൽ ഇരുവരും ഒരിക്കലും പിരിയില്ല. സന്തുഷ്ട ദാമ്പത്യം, സൽസന്താന ലബ്ധി, സമ്പൽ സമൃദ്ധി, ഇതെല്ലാമാണ് ഫലം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ആം ഹീം ഹ്രൂം ഏഹേ ഹി പരമേശ്വരി സ്വാഹ. തൊഴുതോളൂ. ദാമ്പത്യ പൂജ സമാപ്തം. മോളെ, പ്രസാദത്തിന്റെ കാര്യം മറന്നുപോയി തിരുമേനി. പ്രസാദമൂട്ടുമാകാം, ബന്ധം കൂടുതൽ ഉറയ്ക്കും. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ദാമ്പത്യ പൂജയുടെ പ്രസാദമൂട്ടണം. പൂജാ പ്രസാദം വിശേഷം. ദമ്പതികളെ മരണം കൊണ്ടുപോലും പിരിക്കാനാവില്ലെന്ന് ശാസ്ത്രം. ഇനിയുള്ള 7 ജന്മങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും ഇവർ. ആ പ്രസാദമെടുത്ത് വധുവിന് നൽകിക്കോളൂ. കൊടുത്തോളൂ. ക്ഷമേ, മോളെ, ശ്യാമേ, കേൾക്കുന്നില്ലെന്നുണ്ടോ? വാങ്ങിക്കും മോളെ. ഇനി ഭർത്താവിന് കൊടുത്തോളൂ.
കഴിഞ്ഞോ? എന്താ ഇത്ര തിരക്ക്? അവിടെ ഇരിക്കു കുട്ടി. ഇനി എനിക്ക് എണീക്കാമോ? പൂജയുടെ ചിട്ടവട്ടങ്ങളെ പറ്റി കുട്ടിക്ക് വേണ്ടത്ര പിടിയില്ലാത്തതിനാൽ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കാം. ദീർഘമാംഗല്യത്തിനായി കയ്യിൽ പൂജിച്ച് ബന്ധിച്ചിരിക്കുന്ന ഈ ചരട് നാളെ പൂജാവിധി പ്രകാരമല്ലാതെ അഴിക്കാൻ പാടില്ല. വ്രതസമയത്ത് മത്സ്യമാംസങ്ങളും വർജിക്കണം. ചിട്ടകളിൽ എന്തെങ്കിലും പിഴവുണ്ടായാൽ വെള്ളത്തിൽ വരച്ച വര പോലെയാകും ദാമ്പത്യ പൂജ. ഒരു ഫലവും ഉണ്ടാകില്ല. ചിട്ടകളൊക്കെ പാലിച്ചോളം തിരുമേനി. നീ പാലിക്കും അല്ലേ? ഇപ്പോഴല്ലേ ഇതിന്ന് പുറത്തു കടക്കാൻ ഒരു വഴി കിട്ടിയത്. ചിട്ടവട്ടങ്ങൾ തെറ്റിച്ചാ മതിയല്ലോ. ഞാൻ പൊട്ടിച്ച് കൈ തരാം. ദീർഘമാകല്യവും 7 ജന്മങ്ങളിലെ ദാമ്പത്യവും സന്താന ഭാഗ്യവും എല്ലാം പൊട്ടിച്ച് കൈ തരാം ഞാൻ. ആ, ഇനി പ്രാർത്ഥിച്ചിട്ട് എണീക്കാം. എനിക്ക് റൂമിലേക്ക് പോണം. മോളെ ഞാനിപ്പോ തന്നെ ഇറങ്ങും. അവിടെ ഹോട്ടലില് വിഡിവേഷം കെട്ടിച്ച് മതിയായി കാണുമല്ലോ. മോളെ അമ്മ പോയിക്കോ. സത്യമേ, ഞാൻ റൂമിലേക്ക് പോയിക്കോട്ടെ? പൊയ്ക്കോ. എന്റെ പൊന്നി ജയ്സമ്മേ, ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെ. ആ ഡോക്ടർ വച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം മണ്ണിന് മീതെ ഇല്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ആ കൊച്ചിനെയല്ലേ രാജീവിന് കല്യാണം ആലോചിച്ചത്? ആന്ന്. പിന്നെ ആ നരകക്കുഴി പോയി പെട്ടു. എന്ത് ചെയ്യാനാ? തലേ വരെ തൂത്താലും തുടച്ചാലും മായോ. എല്ലാത്തിനും ഒരു യോഗം വേണം വിജയ്. വിദ്യാഭ്യാസം അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആട്ടെ, വിജയലക്ഷ്മി ഏതുവരെ പഠിച്ചു? അല്ല, അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. ഞാനൊക്കെ അങ്ങ് കുറെ പഠിച്ചതാ. ചായ. ചായ എനിക്ക് വേണ്ട. നിന്റെ ചായയും കുയ്യൊന്നും. നിനക്കെന്താ അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ?
അമ്മയ്ക്ക് ജോലിയില്ലാത്തോണ്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്? തർക്കുത്തരം പറയുന്നോടി. നിങ്ങൾ കണ്ടോ, ഇതാ ഇവളുടെ മട്ടുമാതിരി. ചോവിട്ടി നട്ടലൂരിയോ വേണ്ടേ? അതിന് മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നോട് ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്റെ കൊച്ചെ, മറുപടി പറയുന്നതിന് ഒരു മര്യാദയൊക്കെ ഉണ്ട്. നിന്റെ അമ്മയുടെ സ്ഥാനത്താ ഈ സ്ത്രീ. അവരോട് സ്നേഹവും ബഹുമാനവും കാണിച്ചു വേണം നിൽക്കാൻ. കെട്ടിക്കേറി വന്നപ്പോഴേ ഞാൻ എന്റെ മാത്തുക്കുട്ടി ചായന്റെ അമ്മയുടെ മുഖത്ത് പോലും നോക്കത്തില്ലായിരുന്നു. അല്ലയോ? ഇവിടെ ഇപ്പൊ ഞാൻ എന്ത് മര്യാദകേട് കാട്ടിയെന്നാ? ഹാ, നീ പിടിച്ച മുയലിന് 4 കൊമ്പ്. അത് തന്നെ നടക്കട്ടെ. വിജയേ, ഇത് ശരിയാകും തോന്നില്ല. തല്ലാനും കൊല്ലാനും ഒന്നും നിക്കണ്ട. ഈ പെണ്ണിന്റെ അപ്പനെ അമ്മയും വിളിച്ചു വരുത്തി വീട്ടിൽ പറഞ്ഞുവിടാൻ നോക്ക്. ആ, അത് തന്നെ. ഈ ചായ എന്തോ ഒരു രുചി വ്യത്യാസം ഉണ്ടല്ലോ. ആ, പഞ്ചസാര ഇട്ടില്ലേ? എനിക്കൊരു വലിയ കുറവുണ്ട്, വിദ്യാഭ്യാസത്തിന്റെ. ആ കുറവ് ഞാൻ ചെയ്യുന്ന പ്രവർത്തികളിലും കാണും. നോക്കിയപ്പോ പഞ്ചസാര കണ്ടില്ല. പകരം വാഷിംഗ് മെഷീന്റെ മുകളിലിരുന്ന് ഒരു വെളുത്ത പൊടി ഇട്ടിട്ടുണ്ട്. എന്റെ കർത്താവേ! എന്റെ ഭർത്താവ് വാടക കൊടുക്കുന്ന വീടായത്. ഈ വരാന്തയിൽ വന്ന് കയറിയിരുന്ന് ഞാനില്ലാത്തപ്പം എന്നെ പറ്റി അബോധം പറയുകയും കുറ്റവിചാരണ നടത്തുകയും ചെയ്ത അലക്ക് പൊടിയിട്ട ചായ കുടിക്കേണ്ടി വന്നേക്കാം. മേൽക്കൂരേന്നൊരു ഓടിളക്കി തലയിൽ വീണേക്കാം. അടുക്കളേന്നൊരു തീക്കൊള്ളി പാഞ്ഞു വന്ന് മുഖത്ത് കൊള്ളുകയോ ചെയ്താ സഹിച്ചോണം. വിജയലക്ഷ്മി, ഞങ്ങൾ ഇറങ്ങുക. നിങ്ങളായി നിങ്ങളുടെ പാടായി. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞങ്ങൾക്ക് എന്താ കാര്യം? എന്നാ ചെല്ല്. സ്വന്തം കുടുംബത്തിലെ മക്കളും മരുമക്കളൊക്കെ വേലി ചാടുന്നുണ്ടോ, കയറ് പൊട്ടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്ക്. നേരവും കാലവും നോക്കാതെ ഈ വരാന്തയിൽ കുത്തിയിരുന്ന് ഏഷ്ണിയും പരദൂഷണവും പറയാൻ വന്ന തിളച്ച വെള്ളം മോന്തിക്കൊഴിക്കും ഞാൻ. കൊള്ളാലോ അവള്. നിക്കടിയോടെ. അമ്മേ, എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്. ജോലിയൊക്കെ പിന്നെ. ഇപ്പൊ ഇതിന് സമാധാനം പറഞ്ഞിട്ട് നീ പോയാ മതി. എന്തിനാ ഞാനിപ്പോ സമാധാനം പറയണ്ടേ? ഞാൻ വിളിച്ചു വരുത്തിയവരെ അപമാനിച്ചു വിടാൻ നിനക്ക് എന്ത് ധൈര്യമെന്ന്? ധൈര്യമുണ്ട്. അതിപ്പോ കണ്ടില്ലേ നിങ്ങള്? നിങ്ങളെന്നോ? എന്റെ കൈ നോട്ടറി. വീട്ടിലെ നിങ്ങൾ എന്ത് ചെയ്യും? വെള്ളം പിടിക്കല്ലേ അമ്മ, തോറ്റുപോകും. പ്രായമായി വരിക. കൂടാത്തതിന് ഹൃദ്രോഗവും. മുമ്പ് എന്റെ ദേഹത്ത് കൈവച്ചപ്പോഴുള്ള അനുഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അന്നത്തെ പോലെ കയ്യും കെട്ടി കണ്ണീരും കയ്യുമായിട്ട് ഇറങ്ങി പോവാൻ തീരുമാനിച്ചിട്ടില്ലേ ശാരിക? എനിക്കിവിടെ ജീവിക്കണം. ഇവിടെ നിന്നെ അങ്ങനെ ഇവിടെ വാഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, നിങ്ങൾ ആരാ എന്നെ വാഴിക്കാനും വീഴിക്കാനും? നിങ്ങൾ ആരാന്ന് ഞാൻ പിന്നെയും പറയുക. എന്റെ ഭർത്താവ് വാടക കൊടുക്കുന്ന വീടായത്. എനിക്കൊപ്പം ഒരു മനസമാധാനമായിട്ടുള്ള ജീവിതം കൊതിച്ചിട്ടാ രാജീവ് സാറിയുടെ വീടെടുക്കുകയും താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ തക്കലയിലോ തായ്ലാന്റിലോ എവിടെ താമസിച്ചാലും അങ്ങേർക്കൊരു ചുക്കുമില്ല. അയാൾക്ക് വേണ്ടതേ ജീവിതാവസാനം വരെ ഒപ്പം നിൽക്കുന്ന ഒരു ഭാര്യയാണ്. ഞാനങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. നിങ്ങളൊക്കെ കല്യാണം കഴിച്ച് ഭർത്താക്കന്മാരുടെ കൂടെ സുഖമായും സന്തോഷമായി ജീവിക്കുമ്പോ അതിനിടയിലേക്ക് തല കുത്തി കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ടോ ഞങ്ങൾ ആരെങ്കിലും? അതേപോലെ എന്റെ ജീവിതത്തിലോട്ടും ചുമ്മാ ചൊറിയം കയറി വരരുത്. നിങ്ങള് വിവരം അറിയും.
ദേ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളാൻ ഞാൻ പറഞ്ഞ ഉടുതുണിയായിട്ട് ഇറങ്ങേണ്ടി വരും. ആങ്ങളെയും പെങ്ങളും. അല്ല, നിങ്ങളുടെ സ്വർണ്ണമൊത്തം കള്ളന്മാര് കൊണ്ടുപോയിന്നല്ലേ പറഞ്ഞേ? പിന്നെയുള്ളത് ആ തക്കലയില് 4 മണ്ട പോയ തെങ്ങും 10 മൂട് കപ്പയും. അതുകൊണ്ട് വയറ്റിലേക്കൊന്നും പോകത്തില്ല. അവിടെ കിടന്ന പുഴു അരിച്ച് രണ്ടും ചാകണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോ. അപ്പൊ എങ്ങനാ, എനിക്ക് അകത്തേക്ക് പോകാമോ? ആ ദേ, അമ്മയ്ക്കൊരു ചായ എടുക്കട്ടെ? പേടിക്കണ്ട, ഇത് പഞ്ചസാര ഇട്ട് തന്നെ എടുക്കാൻ ഞാൻ എന്നും അമ്മയുടെ അനുസരണയുള്ള മരുമകൾ തന്നെയായിരിക്കും. പക്ഷെ ഒരു കയ്യബദ്ധം പറ്റിയെന്നും പറഞ്ഞ് എന്റെ തലേ കയറി മറിയാൻ വന്നോണ്ടല്ലോ, അബദ്ധമല്ലാതെ തന്നെ ഞാനതങ്ങ് ചെയ്തെന്ന് വരും. പിന്നെ നരകത്തിന്റെ വാതിൽക്കൽ പോയി നിന്ന് നടത്തേണ്ടി വരും നിങ്ങൾക്ക് ഈ പഞ്ചായത്ത്. ഇങ്ങോട്ടെങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും അങ്ങോട്ടും. മനസ്സിലായോ? മനസ്സിലായോന്ന്? മനസ്സിലായി. അങ്ങനെ വേണം. ദേ, അമ്മ ഇങ്ങോട്ട് ഇരുന്നേ. ഇങ്ങോട്ട് വാ, ഇരിക്ക്. ഇരിക്ക്. അമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്നാ എന്റെ ആഗ്രഹം. പക്ഷെ അതിനിടെ കഞ്ഞനിരവും പരദൂഷണവും ഒന്നും വേണ്ട. അങ്ങനെ ഉണ്ടായ ദേ ഈ കസേരയുടെ അടുത്ത് ഞാൻ ദേ ഒക്കെ ഗേറ്റിന് പുറത്തേക്കിടും. ഓർത്തോ? ഞാനിപ്പോ ചായ കൊണ്ടുവരാമേ. എന്റെ അമ്മ. ഒരു രജിസ്റ്റേർഡ് ഉണ്ട് സാർ. ആർക്കാ? ശാലിനിക്ക. ആ, എന്താ മോനെ? ശാലിനിക്ക് ഒരു രജിസ്റ്റേർഡ് ഉണ്ടെന്ന്. ആ, ശാലിനി മോളെ, ശാലിനി സാർ ഒപ്പിട്ട് വാങ്ങിയാലും മതി. ആ, ദാ ഇവിടെ ഒപ്പിടണേ. ദാ ഇവിടെ. അച്ഛൻ വിളിച്ചോ? മക്കളെ, നിനക്കൊരു രജിസ്റ്റേർഡ് ഉണ്ടെന്ന്. ഇതെന്താ നോക്കി? എന്താ മോളെ? എന്താടോ മോളെ, അതൊന്ന് മേടിച്ചു നോക്കി. എന്താ നോക്ക്. എന്താടി? 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 വേണമെങ്കിൽ ഒന്നെടുത്ത് വട്ടം കറക്കിക്കോ വിഷ്ണുട്ടാ. സന്തോഷമുള്ള കാര്യ. ശാലിനിക്ക് സിവിൽ സർവീസ് ഇന്റർവ്യൂവിനുള്ള ലെറ്റർ ഇത്. എടോ,
ഡോക്ടറാകാനുള്ള മോഹം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാന്ന് ഞാൻ സത്യം ചെയ്യുന്നു.